തകർന്നു വീഴാത്ത ഒരു കൂരയ്ക്ക് കീഴിൽ നിന്ന് സ്വന്തം നാടും നാട്ടുകാരും കണ്ണടച്ചു തുറക്കുന്ന സമയത്തിൽ അപ്രത്യക്ഷമായ ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ അങ്ങേയറ്റം വിഷമമുണ്ട്. പക്ഷേ ഇതാണ് ആ അവസരം. മനുഷ്യന് മാത്രമേ ഈ അവസരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അതാണ്, മനുഷ്യനാവുക. തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്നവരെയും നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് പോയവരെയും തപ്പി നൂറുകണക്കിന് മനുഷ്യർ ആശുപത്രികൾ കയറിയിറങ്ങുന്ന ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് 2 ദിവസമായി നമ്മൾ കാണുന്നത്. തൻ്റെ വീടിരുന്ന സ്ഥലം ഏതാണെന്ന് പോലും മനസ്സിലാകുന്നില്ലെന്നും മുണ്ടക്കൈ പോയുമെന്നും വിലപിക്കുന്ന മനുഷ്യരെ നിറകണ്ണുകളോടെ കണ്ടു നിൽക്കുക മാത്രമേ ആദ്യത്തെ മണിക്കൂറുകളിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനാകാനുള്ള സമയമാണിനി. 24 മണിക്കൂറിന് മുൻപ് തന്നെ കുടുങ്ങിക്കിടന്ന 486 മനുഷ്യരെ കരയിലേക്ക് എത്തിച്ചു. പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഭക്ഷണവും മരുന്നും അങ്ങനെ ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു. സൈന്യവും NDRF-ഉം അഗ്നിരക്ഷാസേനയും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥലത്തെത്തി ജീവൻ രക്ഷിച്ചു തുടങ്ങി. KSEB വൈദ്യുതി പുനഃസ്ഥാപിച്ചു. 6 മണിക്കൂറോളം ചെളിയിൽ പുതഞ്ഞുകിടന്ന മനുഷ്യനെ രക്ഷിച്ചു. എന്നിങ്ങനെ മനുഷ്യസാധ്യമായ എല്ലാം അവിടെ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പല ജില്ലകളിലും അവശ്യ സാധനങ്ങൾ ശേഖരിക്കാനുള്ള കളക്ഷൻ പോയിന്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു കളക്ഷൻ പോയിന്റിൽ നിന്ന് 1 ലോഡ് അവശ്യ സാധനങ്ങൾ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞു. രാവിലെ തന്നെ വിവിധ ഇടങ്ങളിൽ വീണ്ടും കളക്ഷൻ പോയിന്റുകൾ തുടങ്ങിയിട്ടുണ്ട്. മലയാളികൾ അങ്ങനെയാണ്. മനുഷ്യരാവാൻ അവരെ ആരും പഠിപ്പിക്കണ്ട. ഇന്നലെ മാത്രം ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് 14 ലക്ഷത്തിലധികം രൂപയാണ്. വെറും 500-ൽ താഴെ അക്കൗണ്ടുകളിൽ നിന്ന് എത്തിയതാണ് ഈ പണം. ദുരിതബാധിതരിലേക്ക് ആവശ്യമുള്ളതൊക്കെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ തന്നെ പ്രവർത്തിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദുരിതാശ്വാസ നിധി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 2018-ലെ പ്രളയത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് 4000 കോടിയിലധികം രൂപയാണ് സമാഹരിച്ചത്. പ്രളയത്തിൽ ദുരിതം അനുഭവിച്ചവർക്ക് ഇത് യഥാക്രമം സർക്കാർ കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം എതിരെ വ്യാപകമായ ഒരു വിദ്വേഷ പ്രചാരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. KSEB-യും അഗ്നിരക്ഷാസേനയും എല്ലാം ഇതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടത്തി എന്ന പേരിൽ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തി വന്ന വ്യാജ പ്രചരണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇത്രയധികം വ്യാജ പ്രചരണങ്ങൾ നടന്നിട്ടും മണിക്കൂറുകൾ കൊണ്ട് സർക്കാരും സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും രക്ഷിച്ച ജീവന്റെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. തങ്ങളുടെ കൂടെ ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ 3000-ഓളം മനുഷ്യർ നിൽക്കുകയാണ്. കണ്ണടച്ചു തുറന്നപ്പോൾ അവരുടെ മുന്നിൽ കുത്തിയൊലിക്കുന്ന പുഴയും ചെളിക്കുണ്ടും മാത്രമാണുള്ളത്. ആ ചെളിക്കുണ്ടിൽ നിന്നും ഒരു ജീവിതം പടുത്തുയർത്താനുള്ള പണമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന ഓരോ രൂപയും. അതിലെ കണക്കുകളും അതിന്റെ വിനിയോഗവും എല്ലാം വ്യക്തമാക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന 1 രൂപയ്ക്ക് പോലും അതിൽ കണക്കുണ്ട്. അത് കൃത്യമായി എത്തുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങളുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ മാത്രമല്ല, ഓരോ മനുഷ്യനും ഇപ്പോൾ രക്ഷകനാണ്. ആരുടെയും താല്പര്യങ്ങൾക്കും പ്രചരണങ്ങൾക്കും വഴങ്ങാനുള്ള സമയമല്ലിത്. ഉണർന്നു പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഒറ്റ ദിവസം കൊണ്ട് സംവിധാനങ്ങൾക്കെല്ലാം ഒരു സ്ഥലത്തെത്താൻ കഴിയുമെങ്കിൽ മനുഷ്യന് സാധിക്കാത്തതായി ഇതിലൊന്നുമില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഒലിച്ചുപോയത് മനുഷ്യരാണെന്ന് മാത്രം നമുക്കിപ്പോൾ ഓർക്കാം. അവശേഷിക്കുന്നവർക്ക് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മളാൽ കഴിയുന്നത് എന്തും ചെയ്യാം.